നിലമ്പൂരിന്റെ MLA ആയി ഇനി ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ നിലമ്പൂരിനെ പ്രതിനിധീകരിക്കും. തിളക്കമാർന്ന വിജയം, ആവേശ വിജയം, ഉജ്ജ്വല വിജയം സ്വന്തമാക്കാൻ UDF ക്യാമ്പിന് കഴിഞ്ഞിരിക്കുന്നു. വാശിയേറിയ പ്രചാരണകാലം, അതിനിടയിലുണ്ടായ വാഗ്വാദങ്ങൾ, അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാറിമറഞ്ഞ വിവാദങ്ങൾ, ഇതിനൊക്കെ ഒടുവിൽ നിലമ്പൂർ ജനത ആര്യാടൻ ഷൗക്കത്തിനൊപ്പം UDFനൊപ്പം നിന്നിരിക്കുന്നു. 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയം സ്വന്തമാക്കിയിരിക്കുന്നു UDF. വലിയ ആഘോഷത്തിലാണ്. മണ്ഡലത്തിലുടനീളം UDF ക്യാമ്പ് വലിയ ആഘോഷത്തിലാണ്. PV അൻവറിന്റെ പ്രകടനവും ശ്രദ്ധേയമാണ്. 20,000-ഓളം വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJP വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ 200-ലധികം വോട്ടിന്റെ മുന്നേറ്റം മാത്രമാണ് BJPക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, എവിടെയാണ് നിൽക്കുന്നത്? വലിയ ആഘോഷത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത് എന്നറിയാം. അതിനിടയിലാണെങ്കിൽ നമുക്ക് ഈ LDF ക്യാമ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ പോലും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരു പഞ്ചായത്തിൽ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇടത് ക്യാമ്പ് എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്? അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്? ഒപ്പം UDFൻ്റെ ആഘോഷത്തിൻ്റെ വിവരങ്ങളും നിതി. റിജിത്ത്, ഞാൻ നിൽക്കുന്നത് ചുങ്കത്തറ സ്കൂളിലാണ്. ചുങ്കത്തറ സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അല്പസമയം വരെ പ്രവർത്തകരുടെ വലിയ ആഘോഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തകരെല്ലാം തന്നെ പിരിഞ്ഞുപോയി. വൈകാതെ ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് കേട്ടു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വീണ്ടും ആഘോഷത്തിനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ രാവിലെ 8 മണി മുതൽ, അതായത് വോട്ടെണ്ണൽ ആരംഭിച്ച ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ഉയർത്തിയപ്പോൾ തൊട്ട് തന്നെ ഇവിടെ വലിയ ആഘോഷമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആഘോഷം. അതിനുശേഷമാണ് പിന്നീട് ആഘോഷം ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക് മാറ്റിയത്. എന്തായാലും ഇനി വൈകാതെ ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ആഘോഷം ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എടക്കര, മുത്തേടം, ചുങ്കത്തറ ഈ 3 പഞ്ചായത്തിൽ മാത്രമായിരുന്നു 2021 UDFന് മേൽക്കൈ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ചിത്രമെല്ലാം മാറി. കരുളായി ഒഴികെ ബാക്കി എല്ലായിടത്തും ഇടത് UDFന് കൃത്യമായ മേൽക്കൈ. അതും UDFന്റെ ഒരു കണക്കുകൂട്ടൽ എല്ലാം ശരിയായിരുന്നു. കാരണം 1000 മുതൽ ഏതാണ്ട് 2,500 വോട്ടിന്റെ ഭൂരിപക്ഷം മിക്ക പഞ്ചായത്തുകളിൽ ലഭിക്കുമെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. അതിൽ വഴിക്കടവ് ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തിലും 2000 മുകളിലേക്ക് വോട്ടിന്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ നിർണായകമായ മണ്ഡലങ്ങൾ, അതായത് ലീഗിനും UDFനും സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ കൃത്യമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് UDF കണക്കൂട്ടി. ആ ഒരു കണക്കൂട്ടൽ തന്നെയാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. കാരണം 12,000 ഏതാണ്ട് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തുടക്കം മുതൽ തന്നെ അവർ പറഞ്ഞിരുന്നു. ആ ഒരു ഭൂരിപക്ഷത്തിനടുത്ത് എന്തായാലും എത്താൻ കഴിഞ്ഞു എന്നത് UDF ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. 2016-ലുണ്ടായ ചിത്രമല്ല 2025 എന്നുള്ളത് വ്യക്തമാണ്. അന്ന് ലീഗിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു ഉത്സാഹിച്ച് വോട്ട് രേഖപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല UDF ക്യാമ്പിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് PV അൻവർ ജയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എത്തുമ്പോൾ തുടക്കം മുതൽ തന്നെ PV അൻവർ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നതിന് ശേഷം UDF വലിയ ഐക്യമുണ്ടായി. ലീഗ് ഒന്നാകെ ഉത്സാഹിച്ച് വഴിക്കടവടക്കമുള്ള പഞ്ചായത്തുകളിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. ഇതിന്റെ എല്ലാം പ്രതിഫലനമായിരുന്നു നമ്മൾ ഈ കണ്ട ഈ ഭൂരിപക്ഷത്തിലെത്തിയത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കണക്കെന്നുള്ളത് PV അൻവർ ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ പിടിച്ചിട്ടും ആര്യാടൻ ഷൗക്കത്തിന് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെങ്കിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ മണ്ഡലത്തിൽ അലയടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടി നടന്ന സെമി ഫൈനൽ UDF ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ KPC അധ്യക്ഷൻ നൽകിയ പ്രതികരണം ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്തിനെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, PV അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിലമ്പൂരിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇനി എന്തായാലും KPC നേതൃത്വം പുനരാലോചിക്കേണ്ടി വരും. കാരണം ആ നിലയിൽ ഒരു വോട്ട് ഇവിടെ PV അൻവർ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ UDF അവരുടെ മേൽക്കൈ നിലനിർത്തി. പ്രത്യേകിച്ചും ആര്യാടൻ മുഹമ്മദ് ഏറ്റവും അവസാനമായി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5,000 വോട്ട് ഭൂരിപക്ഷമാണ് നേടിയെങ്കിൽ ഇക്കുറി ആര്യാടൻ ഷൗക്കത്ത് ഏതാണ്ട് 11,000 വോട്ട് ഭൂരിപക്ഷം നേടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരം അലിയടിച്ചു. മാത്രമല്ല UDF കേന്ദ്രങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു, ലീഗ് ഉത്സാഹിച്ച് പ്രവർത്തിച്ചു, UDFിലെ കോൺഗ്രസിലെ ഐക്യം, ഇതിലെല്ലാം ഒരു ഘടകമായിരുന്നു. അതോടൊപ്പം പ്രചാരണ വേളയിൽ കണ്ടത് LDFന്റെ നേതാക്കളുടെ, മുതിർന്ന നേതാക്കളുടെ അടക്കം ഭാഗത്ത് നിന്ന് കേട്ട പ്രതികരണം ലീഗിന്റെ അടക്കം വോട്ട് ഇത്തവണ ചോരാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ മൂത്തയിടത്തൊക്കെ UDF ഉയർത്തിയിരിക്കുന്ന ലീഡ് അവിടെ ലീഗിന്റെ കോട്ടകൾ ഭദ്രമാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ നിതിൻ. വോട്ടെടുപ്പ് കഴിഞ്ഞ് അന്ന് തന്നെ വ്യക്തമാക്കിയത് കോൺഗ്രസിനേക്കാൾ ഉത്സാഹിച്ച് ഇത്തവണ ലീഗ് പണിയെടുത്തു എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് 24 നൽകിയ പ്രതികരണം. സമാനമായി നിൽക്കുന്നത് 2016-ലെ സാഹചര്യമല്ല ഇക്കുറി എന്നുള്ളത് അന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. കാരണം വഴിക്കടവ്, മുത്തേടം അടക്കമുള്ള പഞ്ചായത്തുകളിൽ കൃത്യമായ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ആശങ്കയുണ്ടായിരുന്നു, ആ ലീഗ് വോട്ട് ഒരുപക്ഷെ PV അൻവറിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ വോട്ട് അടർന്നാൽ പോലും ഏതാണ്ട് 5,000 വോട്ട് ഭൂരിപക്ഷം അവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ കണക്കൂട്ടെല്ലാം അപ്പുറം ഏതാണ്ട് 11,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു. മാത്രമല്ല ലീഗ്
ലീഗ് വോട്ടുകൾ കൃത്യമായി തന്നെ ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തി എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. എന്തായാലും PB അൻവർ 20,000 വോട്ട് പിടിച്ചിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിനുണ്ടെങ്കിൽ അത് ശക്തമായ മത്സരത്തിൽ മാത്രമല്ല ഭരണവിരുദ്ധ വികാരം അലയൻസിന്റെ സൂചനകൾ തന്നെയാണ്. ഇനി മാസങ്ങൾക്കപ്പുറം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ശക്തമായ ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് നിലമ്പൂർ പോകുമ്പോൾ ഈ ഒരു രാഷ്ട്രീയ പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF നേതാക്കളെല്ലാം തന്നെ ആലോചിക്കുന്നത്. അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ PB അൻവറിനെ ഒപ്പം നിർത്തണോ തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ ഇനി UDF നേതാക്കൾ വീണ്ടും ആ ഒരു കാര്യം പുനരാലോചിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ ഇപ്പോൾ നിലമ്പൂരിൽ വലിയ ആഘോഷമാണ്. കാരണം ആര്യാടൻ മുഹമ്മദ് നിലനിർത്തിയ മണ്ഡലം മകൻ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ അത് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. PB അൻവർ കാരണം ഇവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായെങ്കിൽ ആ PB അൻവർ തന്നെ UDFന് പാരയാകുമെന്നായിരുന്നു CPM-ന്റെ എല്ലാം തന്നെ കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ തെറ്റിച്ചാണ് ഇക്കുറി ആര്യാടൻ ഷൗക്കത്തിന് മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചത്. അതിന്റെ വലിയ ആത്മവിശ്വാസവും വലിയ ആഘോഷവും നിലമ്പൂരിൽ ഇതിനെ തന്നെ ആരംഭിച്ചു. ചുങ്കത്തറ സ്കൂളിലേക്ക് അല്പസമയത്തിനകം തന്നെ ആര്യാടൻ ഷൗക്കത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നിലമ്പൂർ നഗരത്തിലുടനീളം വലിയ ആഘോഷമാണ്. പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ എത്തും. നമ്മൾ കണ്ടിരുന്നു വഴിക്കടമടക്കമുള്ള പഞ്ചായത്തുകളിൽ വലിയ ഭൂരിപക്ഷം നേടി. ഇത് എടുത്തു പറയേണ്ടതും നിലമ്പൂർ നഗരസഭയിൽ ഒരുപക്ഷെ ഒപ്പത്തിനൊപ്പമായിരിക്കും ഇക്കുറി തങ്ങളെന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തിയാണ്, UDFനെ അത്ഭുതപ്പെടുത്തിയാണ് അവിടെ മൃഗീയ ഭൂരിപക്ഷം UDFന് നേടിക്കൊടുത്തു എന്ന് പറയുമ്പോൾ കരുളായി ഒഴികെയുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളിലും ശക്തമായ ഒരു ഭൂരിപക്ഷം എന്തായാലും ഇക്കുറി മേൽക്കൈ UDFന് നൽകിയെന്നത് വലിയ ആത്മവിശ്വാസമാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDF കേന്ദ്രങ്ങൾക്ക് നൽകുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി ചേർന്നത്.